അൽഫലാഹ് സർവകലാശാല ചെയർമാനെതിരായ ഇഡി അന്വേഷണത്തിൽ കോടികളുടെ തട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ കബളിപ്പിച്ച അൽഫലാഹ് ഗ്രൂപ്പ് 415 കോടി രൂപ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. 2018-19 സാമ്പത്തിക വർഷത്തിനും 24-25 സാമ്പത്തിക വർഷത്തിനുമിടയിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. സർവകലാശാലയിലെ ഡോക്ടർമാരെയും ജീവനക്കാരെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കുകയാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ അൽഫലാഹ് സർവകലാശാലയെ പറ്റി പലതരത്തിൽ അതിന്റെ നടത്തിപ്പിനെ പറ്റി പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെയുള്ള കുറെ സംശയങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ് ഇഡിയുടെ കണ്ടെത്തൽ? എങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അൽഫലാഹ്? അക്ഷയ, ഈ ചെയർമാന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇന്നലെ ഇഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള വിവരങ്ങൾ, രേഖകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, അതുപോലെ വ്യാജരേഖകളുടെ ഉപയോഗം, ഈ 3 കുറ്റങ്ങളുമാണ് ചെയർമാനെതിരെ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. ഇഡി എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. മാത്രമല്ല 415 കോടി രൂപയുടെ തട്ടിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഈ പറഞ്ഞ സാമ്പത്തിക വർഷങ്ങളിൽ 2018 മുതൽ 2025 വരെയുള്ള വർഷങ്ങൾക്കിടയിലാണ് ഈ തട്ടിപ്പ് മുഴുവനും നടത്തിയിട്ടുള്ളത്. ഇത് പലതും വിദ്യാർത്ഥികളെ പറ്റിച്ച് തന്നെയാണ്. തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തി നാക്കിൻ്റെയും UGCയുടെയും എല്ലാം അംഗീകാരമുണ്ട് എന്ന കാര്യം പറഞ്ഞ് പരത്തി ഈ വിദ്യാർത്ഥികളെ പറ്റിച്ചാണ് ഇത്രയും തുക ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഒപ്പം ഈ തുക പലതും പിന്നീട് ഷെൽ കമ്പനികളിലേക്കും അതുപോലെ തന്നെ അൽഫലാഹ് ഗ്രൂപ്പിന് തന്നെ കീഴിലുള്ള കുടുംബത്തിന് തന്നെ മറ്റ് ട്രസ്റ്റുകളിലേക്കുമെല്ലാം വകമാറ്റി എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ ഇഡി നടത്തിയിരിക്കുന്നത്. അതിലൂടെ വൻതോതിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ ഇഡി പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പണമെല്ലാം ടെറർ ഫണ്ടിങ്ങിന് കൂടി ഉപയോഗിച്ചോ, ഭീകര ഫണ്ടിങ്ങിന് കൂടി ഉപയോഗിച്ചോ എന്നുള്ള കാര്യം കേന്ദ്രീകരിച്ചും ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 13 ദിവസത്തേക്കാണ് ഇപ്പോൾ ഈ അൽഫലാഹ് സർവകലാശാല ചെയർമാനെ ഇഡി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ NIAയും അതിനുശേഷം കസ്റ്റഡിയിൽ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കും. എന്തായാലും വലിയ തുക, കോടിക്കണക്കിന് രൂപ തട്ടിപ്പിലൂടെ ഉണ്ടാക്കി അത് പിന്നീട് വകമാറ്റി പലതരത്തിലും ഇയാൾ വിനിയോഗിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുണ്ട്. ഒപ്പം തന്നെ ഈ സർവകലാശാല അതൊരു ടെറർ ഹേബൺ ആണ് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ഈ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും കണ്ടെത്തിയാണ്. അത്തരത്തിലാണ് 200 പേരെ, ഡോക്ടർമാരെയും ജീവനക്കാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത്. ഇതിൽ പലരും സ്ഫോടനം നടന്ന ദിവസം തന്നെ കോടി രൂപയുടെ തട്ടിപ്പാണ് ഇപ്പോൾ ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ എങ്ങനെയൊക്കെയാണ് ഈ പണം ഉണ്ടാക്കിയ തട്ടിപ്പിന്റെ വഴികൾ എന്തൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും ഇനി അന്വേഷണ സംഘത്തിന് മുൻപാകെ ഉണ്ട്.